ഹാന എബി പുളിക്കാവിൽ, അതുപോലെ എൽഹാൻ എബി തോമസ് പുളിക്കാവിൽ, അവരുടെ അമ്മ ഈ സൺഡേ സ്കൂളിലെ ടീച്ചറാണ്. നിധിയ 2 വാക്ക് സംസാരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് മക്കൾക്ക് 2 പേർക്കും ഏറ്റവും ടോപ്പ് മാർക്കുകൾ കിട്ടുവാനായിട്ട് ഇടയാക്കി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നിധിയ കടന്നു വരും. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ വന്യ മെത്രാപ്പോലിത്തെ എത്രയും ശ്രേഷ്ഠരായ വൈദികർ, കമ്മിറ്റി അംഗങ്ങൾ, സജി സാറ്, ആദ്യം തന്നെ എല്ലാ മഹത്വവും കർത്താവിന്, സർവ്വസ്തുതിയും സർവ്വപുകഴ്ചയും കർത്താവിന്. വലിയ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. ഇതൊരു ഗോൾഡ് കോയിൻ അല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞ ഓരോ ദൈവവചനവും അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, ആയുസ് മുഴുവൻ സൂക്ഷിക്കുന്ന ഓരോ ഗോൾഡ് കോയിനാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ബൈബിൾ മെമ്മറി വേഴ്സസ് എന്നും പറഞ്ഞൊരു ചലഞ്ച് ഇവിടെ നടത്തിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും തന്നെ ഇത്രയും വചനം പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ദൈവം നിയോഗിച്ച സജി സാറ്, അജി സാറ്, നമ്മുടെ അച്ഛൻ, ഒരുപാട് പേര് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ദൈവവചനം പഠിപ്പിക്കാൻ അവരുടെ പേരൻസ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ചില പേരൻസ് കുഞ്ഞുങ്ങൾക്ക് ലീവ് എടുത്ത് അവർക്ക് സ്കൂളിൽ വിടാതെ ഇരുന്ന് ബൈബിൾ വചനം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിവസവും ആ സമയവും ഒന്നും പാഴായി പോകത്തില്ല. അതെല്ലാം എന്നും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായിരിക്കും. ഇവിടെ ഞാനൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞുകൊള്ളാമേ. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മനസ്സിൽ ദൈവം തന്ന ഒരു ആലോചന. നമുക്ക് 10 കന്യകമാരുടെ കഥ അറിയാം. 10 കന്യകമാരുടെയിലും വിളക്കുണ്ടായിരുന്നു. വിളക്കുള്ള എല്ലാവർക്കും മണവാളൻ വന്നപ്പം സ്വർഗരാജ്യത്ത് പോകാൻ കഴിഞ്ഞില്ല. 5 പേർക്കേ പോകാൻ കഴിഞ്ഞുള്ളൂ. അതിന് കാരണം ആ 5 കന്യകമാരുടെ വിളക്ക് പ്രകാശിച്ചിരുന്നു, കത്തിയിട്ടുണ്ടായിരുന്നു. കത്താൻ കാരണം വിളക്കിൽ എണ്ണ നിറച്ചിരുന്നു. ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം ഓരോ വിളക്കുകളാണ്. ആ വിളക്കിൽ വചനമാകുന്ന എണ്ണ പകർന്നു കൊടുത്താൽ മാത്രമേ അവരും ഇതുപോലെ പ്രകാശിക്കുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളും ക്രിസ്തുവിന് വേണ്ടി കത്തിജ്വലിക്കുന്നവരായി വളരണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ എണ്ണ പകർന്നു കൊടുക്കണം, ഈ വചനം നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ആര് പറഞ്ഞു കൊടുക്കും? അവർക്ക് ആരാണുള്ളത് ഇത് പകർന്നു കൊടുക്കാൻ? ഈ വിളക്കിനൊരു